ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ നമ്മളുടെ ആമസോണിന്റെ വീഡിയോ ഇട്ടപ്പോൾ ആമസോണിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം എന്നുള്ളതിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു. ചേച്ചി എന്താണ് സോഷ്യൽ മീഡിയനെ താഴ്ത്തി പറയുന്നത്, സോഷ്യൽ മീഡിയ വഴി വിൽക്കുന്നത് മോശമാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടോ. ഒരിക്കലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് സോഷ്യൽ മീഡിയ വഴി വിൽക്കുമ്പോൾ ഉള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ജ്വല്ലറി ബിസിനസ്, അതല്ലെങ്കിൽ ക്ലോത്തിങ് ബിസിനസ്, അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ മാക്സിമം ആക്റ്റീവ് ആയിരിക്കണം. എപ്പോഴും വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ ഓർഡർ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ആഡ് കൊടുക്കേണ്ടി വരും. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇപ്പൊ ബൂസ്റ്റ് ആഡ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ആമസോണൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. എന്താണ്, നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ അല്ലേ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ, ഇപ്പൊ മലയാളത്തിലാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു കേരളത്തിലുള്ള ഓഡിയൻസിലോട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റ് എത്തുള്ളൂ. എന്നാൽ ആമസോൺ പോലുള്ള സൈറ്റ് ആണെങ്കിലോ നമുക്ക് ലോകം മുഴുവൻ നമ്മളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ആമസോണിലാണ് വിൽക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വിൽക്കുമ്പോൾ എന്താണ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ എൻക്വയറി ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, വെറുതെ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങള്, സൈസ് ഒക്കെ ചോദിച്ചിട്ട് പോകും. എന്നിട്ടൊട്ട് പ്രോഡക്റ്റ് വാങ്ങത്തുമില്ല അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമ്മളുടെ ആമസോണിൽ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഇല്ല. നമുക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരിക്കലും താഴ്ത്തി പറയുന്നതല്ല. നമ്മളും സോഷ്യൽ മീഡിയയിൽ പ്രോഡക്റ്റ് വിൽക്കുന്നതാണ്. പക്ഷെ ചില ആളുകൾക്ക് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്തരത്തിൽ ആമസോൺ വഴി വിൽക്കുക എന്നുള്ളത്. GST ഒക്കെ നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ആമസോൺ വഴി പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത്. പല ആളുകൾക്കും അറിയില്ലാത്തത് കൊണ്ടാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിനും നെഗറ്റീവ് സൈഡ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആമസോണിന് നെഗറ്റീവ് സൈഡ് ഉണ്ട് കേട്ടോ. ഇപ്പൊ റിട്ടേൺ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ്സിന് നമുക്ക് വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും 6 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്തപ്പോൾ നമുക്ക് റിട്ടേണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മുന്നോട്ട് പോയപ്പോഴാണ് നമുക്കതിനെ സക്സസ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിൽ എന്താണ് ആമസോൺ വഴി പ്രോഡക്റ്റ് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ്ങൾ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പ്രോഡക്റ്റ് വിൽക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്, സോഷ്യൽ മീഡിയ വഴി എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കണം എന്നറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ്ങിലും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ.